ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചനയുടെയും ദീപ്തിയുടെയും വലയിൽ പെടിയാണ് ശില്പ. എന്നാൽ അച്ചുവിന്റെ കേസ് നടക്കുന്ന ദിവസം അർച്ചന വേഗം തന്നെ കോടതിയിൽ എത്തുന്നുണ്ട്. വിജയ് ശങ്കറും നല്ല ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ശില്പയ്ക്ക് വേണ്ടി വാദിക്കാനായി കോടതിയിൽ എത്തുന്നത്. ദീപ്തിയാണെങ്കിൽ ശില്പയ്ക്ക് കോടതിയിൽ എന്തെല്ലാമാണ് പറയേണ്ടതെന്നും മാക്സിമം വിജയ് ശങ്കർ അച്ചുവിനെ കൊടുക്കാൻ നോക്കും. അതുകൊണ്ട് അർച്ചന ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നീ വ്യക്തമായി ഉത്തരം പറയണമെന്നും വിജയ് ശങ്കറിന്റെയും ചന്ദ്രയുടെയും കൊട്ടേഷൻ പ്രകാരമാണ് താൻ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തതെന്ന് കോടതിയിൽ വെളിപ്പെടുത്തണമെന്ന് ദീപ്തി അങ്ങനെ ശില്പയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് കോടതിയിൽ വെച്ച് മൊഴി പറയേണ്ടതെന്ന് ഡീറ്റെയിൽ ആയി തന്നെ ദീപ്തി അങ്ങനെ ശില്പയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശില്പ ഇതെല്ലാം കേട്ട് ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ദീപ്തിയുടെ വലയിൽ പെട്ടുപോകുകയും ചെയ്തു. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ശില്പ അങ്ങനെ ദീപ്തിയോട് കുറച്ച് വെള്ളം വേണമെന്ന് പറയാണ്. അങ്ങനെ കുടിക്കാനായി ദീപ്തി വെള്ളമെടുക്കാൻ പോകുന്ന സമയത്ത് ദീപ്തിയുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ശില്പ ആ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. വെള്ളമെടുത്തിട്ട് വരുന്ന ദീപ്തി വാതില് തുറന്നു കിടക്കുന്നത് കണ്ട് പോയി നോക്കുന്ന നേരം ശില്പ തന്നെ ചതിച്ച് കടന്നു കളഞ്ഞുവെന്ന് ദീപ്തിക്ക് അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. ആകെ വെപ്രാളപ്പെട്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് ദീപ്തി ഫോൺ എടുത്ത് വേഗം തന്നെ അർച്ചനയെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഇതെല്ലാം കേട്ട് അർച്ചനയും ആകെ ഷോക്കാവുന്നുണ്ട്. തന്റെ അനിയനെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്നറിയാതെ ആകെ ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുകയാണ് അർച്ചന. എന്നാൽ ദീപ്തിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ശില്പ നേരെ കാണാൻ പോകുന്നത് വിജയ് ശങ്കറിനെയാണ്. ശില്പയെ കാണുന്നതും ശില്പ എന്തെല്ലാമാണ് കോടതിയിൽ പറയേണ്ടതെന്ന് വിജയ് ശങ്കറും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്കോ ഭാര്യ ചന്ദ്രയ്ക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാനായി, അവർക്കൊരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ ഈസായി വിജയ് ശങ്കർ അങ്ങനെ ശില്പയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചുവിന് വേണ്ടി പരാതിപ്പെട്ടത് സ്വന്തം ഐഡിയ ആണെന്ന് പറയണം. ചുവിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവനിൽ നിന്ന് പണം തട്ടിയെടുക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ആയിരിക്കണം നീ കോടതിയിൽ പറയേണ്ടത്. ഇനി ഇതിൽ ഒരു മാറ്റവും ഉണ്ടാവരുത്. ഇങ്ങനെയായിരിക്കണം നീ മൊഴി കൊടുക്കേണ്ടതെന്ന് തീർത്ത് പറയുകയാണ് അങ്ങനെ വിജയ് ശങ്കർ പറയുന്നത് കേട്ട് ഇത് തന്നെ ചതിക്കുകയാണെന്നും വിജയ് ശങ്കറും ചന്ദ്രയും കൈയൊഴിയാണെന്ന് ശില്പയ്ക്ക് അങ്ങനെ മനസ്സിലാവുകയാണ്. പിന്നീട് കോടതിയിൽ അച്ചുവിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഭാഗത്ത് അർച്ചനയും എതിർഭാഗത്ത് വിജയ് ശങ്കറുമാണ് വക്കീലുമാരായിട്ടുള്ളത്. തന്റെ അനിയൻ അച്ചുവിന്റെ നിരപരാധിത്വം തെളിയിക്കാനായി അർച്ചന അങ്ങനെ കോടതിയോട് പറയുന്നുണ്ട്. ചുരുങ്ങിയ കാലയളവിലുള്ള സർവീസ് കൊണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നല്ല പേര് വാങ്ങിയിട്ടുള്ള ഒരു ഓഫീസറാണ് എന്റെ പ്രതി അച്യുതകൃഷ്ണൻ എന്നും പറഞ്ഞുകൊണ്ട് വിജയ് ശങ്കറിനെ ഞെട്ടിച്ച് വെള്ളം കുടിപ്പിച്ചുകൊണ്ട് അർച്ചന അങ്ങനെ കോടതിയിൽ കസർക്കുകയാണ്. എന്നിരുന്നാലും അർച്ചന അച്ചുവിനെ രക്ഷിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.